നമ്മുടെ വിളി മറന്നാൽ, ദൗത്യം മറന്നാൽ, ശത്രു പിശാച് വന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കളവിതച്ചിട്ട് കടന്നു പോകും. വചനത്തെ നീ നിന്റെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോ നീ പൂക്കാൻ തുടങ്ങും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാരൂപത അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വചന ജീവിതത്തിൻ്റെ ആഴങ്ങളിലൂടെ നമുക്കൊരു നിമിഷം കടന്നു പോകാം. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ 3 വിധക്കാരെ കാണുന്നുണ്ട്. ഒന്നാമത്തെ വിധക്കാരൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിധക്കാരനാണ്, നല്ല വിധക്കാരൻ. ഈ വിധക്കാരനൊരു വലിയ പ്രത്യേകതയുണ്ട്. അവൻ എല്ലാ മണ്ണിലേക്കും ഒരുപോലെ വിത്തെറിഞ്ഞു. ഒരു മണ്ണും അവൻ മാറ്റി നിർത്തിയില്ല. വഴികരികിലെ മണ്ണിലേക്കും പാറപ്പുറത്തെ മണ്ണിലേക്കും മുള്ളുകൾക്കിടയിലെ മണ്ണിലേക്കും നല്ല നിലത്തിലെ മണ്ണിലേക്കെല്ലാം അവൻ ഒരുപോലെ വിത്തെറിഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കടന്നു വരുമ്പോൾ ആരെയും തമ്പുരാൻ മാറ്റി നിർത്തില്ല. ഒരവസ്ഥയും തമ്പുരാൻ മാറ്റി നിർത്തില്ല. അപ്പോ വിത്തിനല്ല പ്രശ്നം, മണ്ണിനാണ് പ്രശ്നം. അതുകൊണ്ട് മണ്ണ് വിട്ടുകൊടുക്കുക, ഹൃദയം വിട്ടുകൊടുക്കുക. ഹൃദയവയലുകൾ വചനത്തിൻ്റെ വിത്ത് വീഴാൻ വേണ്ടി നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ വിധക്കാരൻ 126-ാം സങ്കീർത്തനം അതിൻ്റെ 5-6 തിരുവചനം. വിലാപത്തോടെ വിത്ത് ചുമന്നുകൊണ്ട് വിതയ്ക്കാൻ പോകുന്നവൻ ആനന്ദാഘോഷത്തോടെ കറ്റയും ചുമന്നുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങും. ഇവിടെ വിതയും വിളവെടുപ്പും അതിൻ്റെ ആഘോഷവും നാം കാണുന്നുണ്ട്. ഈ രണ്ടാമത്തെ വിധക്കാരൻ ഞാനും നിങ്ങളുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ ഞാൻ വിതയ്ക്കുന്നത് രണ്ടാമത്തെ വിതയ. ഒന്നാമത്തെ വിത വചനം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, വിത്ത് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മുടെ വിളിയും ദൗത്യവും ഇതാണ്, രണ്ടാമത്തെ വിതക്കാരനായി മാറുക. നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ കുടുംബ ബന്ധങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും രണ്ടാമത്തെ വിധക്കാരായി ഞാനും നിങ്ങളും മാറുന്നില്ല എങ്കിൽ മൂന്നാമത്തെ വിധക്കാരൻ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക് കടന്നു വരും. മൂന്നാമത്തെ വിധക്കാരൻ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനം. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു കടന്നു വന്ന് കള വിതച്ച് കടന്നു കളഞ്ഞു. നമ്മുടെ വിളി മറന്നാൽ, ദൗത്യം മറന്നാൽ ശത്രു പിശാച് വന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കള വിതച്ചിട്ട് കടന്നു പോകും. ഇന്ന് നമ്മൾ ഓടുന്നത് ഈ കളകളൊക്കെ ഒന്ന് പറിച്ചു കളയാൻ വേണ്ടിയാ. പരിശുദ്ധ ബലിയിലും പരിശുദ്ധ കുമ്പസാരത്തിലും ധ്യാനകേന്ദ്രത്തിലും കൗൺസിലിങ്ങിലും വ്യക്തിപര പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തനത്തിലും ഉപവാസത്തിലൂടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് സാത്താൻ വിതച്ച, നമ്മളിലും കുടുംബത്തിലും വിതച്ച ഈ കളകളൊന്ന് പറിച്ച് കളയാൻ വേണ്ടിയാ. വിളി തിരിച്ചറിഞ്ഞ് മടി കൂടാതെ രണ്ടാമത്തെ വിതയ്ക്കായി എല്ലാ വ്യക്തികളും എല്ലാ കുടുംബങ്ങളും ഒരുങ്ങണം. വിതയ്ക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ വചനം നിറയണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. പ്രവാചകനോട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ നീ ചെവി തുറന്ന് കേൾക്കുകയും കേട്ട വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യണം. ചെവി തുറന്ന് കേട്ടാ പോരാ, കേട്ട വചനം ഹൃദയത്തിൽ നീ സൂക്ഷിക്കണം. രണ്ടാമതായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 44-ാം തിരുവചനം. ഈശോ പറഞ്ഞു, ഈ വചനം നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. കണ്ടോ, കേട്ടാ പോരാ, ഹൃദയത്തെ സ്വീകരിച്ചാ പോരാ, അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയണം. മൂന്നാമതായി
കൊളോസ്സോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം, ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. വലിയ സമൃദ്ധി, വചനത്തിന്റെ സമൃദ്ധി, വചനത്തിന്റെ പ്രവർത്തികളുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 47-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്, ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാ. പ്രിയമുള്ളവരെ, ജീവന്റെ വചനമാ നമ്മളെ ബലപ്പെടുത്തുന്നത്. ഈ വചനമാ നമുക്ക് സൗഖ്യം തരുന്നത്. ഈ വചനമാ നമ്മളെ വഴി നടത്തുന്നത്, നമുക്ക് വിടുതൽ തരുന്നത്, കൃപ നിറയ്ക്കുന്നത്. ഈ വചനങ്ങൾ ഉള്ളിൽ നിറഞ്ഞ് ആഴത്തിൽ പതിച്ച് വലിയ സമൃദ്ധിയുടെ അഭിഷേകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. വചനത്തിന് വേണ്ടി വിശക്കണം. വചനത്തിന് വേണ്ടി വിശക്കാത്തവൻ പാപിയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം കർത്താവ് അരുളി ചെയ്തു, പ്രവാചക, ഞാൻ നിനക്ക് തരുന്നത് നീ വാ തുറന്നു ഭക്ഷിക്കണം. ആര് തരുന്നതാ? ദൈവം നമുക്ക് തരുന്ന ജീവന്റെ വചനം വാ തുറന്ന് ഭക്ഷിക്കണം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം പ്രവാചകൻ പറഞ്ഞു, വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും. എപ്പോൾ വചനം കിട്ടുന്നുവോ ആ നിമിഷങ്ങളിലെല്ലാം വലിയ വിശപ്പോടെ ആ വചനം ഭക്ഷിക്കണം, ഹൃദയത്തിൽ സ്വീകരിക്കണം. അപ്പോൾ വചനത്തിന്റെ പ്രവൃത്തികൾ നിന്റെ ഹൃദയത്തിൽ ആരംഭിക്കുകയായി. വലിയ ആനന്ദം, വലിയ സന്തോഷം. പ്രിയമുള്ളവരെ, ലാസറിന്റെ ഭവനത്തിൽ ഈശോ കടന്നു ചെന്നു. കർത്താവിനെ കണ്ടതും വചനത്തിന് വേണ്ടിയുള്ളൊരു വിശപ്പ് മറിയത്തിൽ നിറയാൻ തുടങ്ങി. മറിയം കർത്താവിന്റെ കാൽച്ചുവട്ടിൽ പോയിരുന്നു. കർത്താവ് അവളിലേക്ക് വചനം കൊടുക്കാൻ തുടങ്ങി. ആർത്തിയോടെ അവൾ കർത്താവിന്റെ കാൽച്ചുവട്ടിൽ ഇരുന്ന് വചനം ഭക്ഷിച്ചു. അതെ, അവളെ നോക്കി കർത്താവ് പറഞ്ഞു, മത്തായോട് പറഞ്ഞു, മറിയം അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വചനത്തോട് ചേർന്നിരിക്കുന്ന നിമിഷം, വചനം പ്രഘോഷിക്കുന്ന നിമിഷം, വചനമായി ജീവിക്കുന്ന നിമിഷം, അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിലയുള്ള ഭാഗങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാം തിരുവചനം ഈശോ പറഞ്ഞു, എൻ്റെ വചനം ആത്മാവും ജീവനുമാ. വചനത്തിന്റെ പൂർണ്ണത ഈ വചനത്തിലൂടെ തമ്പുരാൻ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉള്ളാണ്, ജീവനുള്ള വചനമാണ്. പ്രിയമുള്ളവരെ, ജീവനുള്ളതിന് മാത്രമേ മറ്റൊന്നിന് ജീവൻ നൽകാൻ സാധിക്കൂ. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് വചനം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം സംഭവിക്കുന്നത് ആ വചനത്തിൻ്റെ ഉള്ളിൽ ആത്മാവും ജീവനും ഉള്ളത് കൊണ്ടാണ്. രക്ഷ സംഭവിക്കുന്നത്, വിടുതൽ കടന്നു വരുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് വചനം ജീവനുള്ളതായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജീവനുള്ള വചനം കേൾക്കുമ്പോൾ നീ കരയുന്നത്. അതുകൊണ്ടാണ് ജീവനുള്ള വചനം കേൾക്കുമ്പോൾ നിന്നിലേക്ക് അനുതാപം കടന്നു വരുന്നത്, നിന്നിൽ സന്തോഷം കടന്നു വരുന്നത്, ഹൃദയം ജ്വലിക്കുന്നത്. ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം, എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ അവർ കുഴിച്ചു. സഹോദരങ്ങളെ, ദൈവവചനം ജീവന്റെ ഉറവയാണ്. ലോകത്തിന്റെ വചനം പൊട്ടക്കിണറ. ലോകത്തിന്റെ വചനം നിന്നെ തളർത്തും, എന്നാൽ ദൈവത്തിന്റെ വചനം നിന്നെ ജ്വലിപ്പിക്കും. വചനം മാംസമായത് മാംസങ്ങൾ വചനമാകാൻ വേണ്ടിയാ. ദൈവം മനുഷ്യനായത് മനുഷ്യൻ ദൈവമായി തീരാൻ വേണ്ടിയാ. അതുകൊണ്ടാ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 35-ാം തിരുവചനത്തിൽ ഈശോ വളരെ വ്യക്തമായി ഇപ്രകാരം പറഞ്ഞത്, വചനം ആരുടെ അടുത്തേക്ക് വരുന്നവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. വചനം ഉള്ളിലുള്ളവൻ ജീവിക്കുന്ന ദൈവമാ.
പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവന്റെ ഉള്ളിൽ ഈ വചനം കിടപ്പുണ്ട്. അതുകൊണ്ടാ നമ്മൾ പരസ്പരം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. വചനം ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ വചനം രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. 119 സങ്കീർത്തനം അതിന്റെ 11 തിരുവചനത്തിൽ ദാവീദ് കണ്ടുപിടിച്ച ഒരു വലിയ മാർഗമുണ്ട്. എന്താണെന്നറിയാമോ? ദാവീദ് പറഞ്ഞു, കർത്താവേ, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ വചനമുള്ളവൻ ഹൃദയത്തിൽ അഗ്നി തീ കൊണ്ടു നടക്കുന്നവനാ. മോശ കണ്ട മുൾപടർപ്പ് പോലെ അവൻ കത്തും, ഒരു തിന്മയും അവനെ തൊടില്ല. വചനത്തെ ഹൃദയത്തിൽ വളർത്തണം, വചനത്തെ ഹൃദയത്തിൽ താലോലിക്കണം, വചനത്തെ ഹൃദയത്തിൽ പരിപാലിക്കണം. അപ്പോൾ വചനം നിന്നെ പൊതിയും, നീ വചനത്തിൻ്റെ ഉള്ളിലാകും. അപ്പോൾ വചനം നിനക്ക് കവചവും പരിചയമായിരിക്കും. വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നീ കർത്താവിൻ്റെ വചനത്തിൽ വളരാൻ തുടങ്ങും. വചനത്തെ നീ നിന്റെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ നീ പൂക്കാൻ തുടങ്ങും. വചനത്തിന് നീ ജീവിക്കാൻ നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ, വചനം നീ ജീവിക്കുമ്പോൾ വചനം നിന്നിൽ കായ്ക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ വളരുവാനും പൂക്കുവാനും കായ്ക്കുവാനും ആഗ്രഹിച്ച് സമർപ്പിച്ച് വ്യക്തിപരമായി എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ, എമ്മാവൂസ് അനുഭവം തന്ന ദൈവം നമ്മോട് കൂടെ അടുത്തെത്തി, ഒപ്പം നടന്ന് പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉത്തരമായി വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത അതേ ദൈവം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നു. വചനത്തിലൂടെ ഹൃദയം ജ്വലിപ്പിച്ചവൻ, പരിശുദ്ധ കുർബാനയിലൂടെ കണ്ണു തുറപ്പിച്ചവൻ ഇന്നും അപ്പത്തിന്റെ മേശയിലൂടെയും വചനത്തിന്റെ മേശയിലൂടെയും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.